എടാ കിട്ടുവോ? അല്ല രാജുവല്ലേ പോയിനി? ഓനാങ്ക് കൊന്നിട്ടെങ്ങും കൊണ്ടുവരും. ഹലോ. ഓ, ഞാനതങ്ങ് മറന്നുപോയി. പിന്നെ ആന്ന് ശരിയല്ല, ജില്ലാശുപത്രി പോയാൽ മതി. ഞാൻ കുറച്ച് തിരക്കാം, പിന്നെ വിളിക്കാം. മോളെ ഡോക്ടറെ കാണിക്കാൻ മോളതാ, തിരക്കിലതങ്ങ് മറന്നുപോയി. കുട്ടികളെ ഡോക്ടർക്ക് 300 രൂപ പോലും ഫീസ്. എന്താ ഇത്? ഓളെ വല്യച്ഛൻ മരിച്ചിനി, ഞാൻ ഇതിൻ്റെ തിരക്കിനങ്ങ് മറന്നുപോയി. ആ ഇനി ഏതായാലും കുഴിമുടലിന് പോവാ. എന്നാ പിന്നെ നല്ലൊരു ഫുഡ് മേടിക്കാം, അത്ര തന്നെ. അല്ല ഇതിൻ്റെ ആവശ്യമില്ല. ഇതാ കയ്യോടെ പിടിച്ചോ, 500 രൂപ. ഇതങ്ങ് കൊടുക്ക്. ഓ, ലോക്ക്ഡൗൺ രാജാവല്ലേ വരുന്നത്? 200-300 സാധനമല്ലേ ആ സമയത്ത് 3000-4000 കൊടുത്ത് ഞാൻ മേടിച്ചത്. ആ സമയത്ത് വീട്ടുകാർക്ക് കിറ്റും മറ്റും സാധനം കിട്ടിയോണ്ട് പ്രശ്നമില്ല. നമ്മളാണ് ആ സമയത്ത് തെണ്ടിപ്പോയത്. അന്ന് പലിശക്കെടുത്ത കടം ഇനിയും തീർന്നില്ല. എടാ വേഗം ആ നന്മരങ്ങൾ റെയ്ഡിന് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരാനും ചാൻസ് ഉണ്ട്. അവരെ കൊണ്ട് വലിയ ശല്യം ആയല്ലോ. അവർക്ക് കിട്ടിയൊന്നും പോരെ? അടിച്ചു മരിക്കും മക്കളെ, അടിച്ചു മരിക്കും. അവരെ കൊണ്ട് എത്ര കുടുംബം രക്ഷപ്പെട്ടടാ. നമ്മളപ്പുറം വെള്ളടിച്ച് മണ്ണ് നക്കിയോന്നു, കഞ്ചാവടിച്ച് വീട് മാറിക്കേരിയാണ്, കഞ്ചാവടിച്ച് തൂരിപ്പരക്കുകയാണ്. അവരെ കൊണ്ട് പൊതുപ്രവർത്തകരായില്ലേ? എന്താ വൈറേ ഞാൻ നന്നാവാത്തെ? അത് നീ എന്നോടാ ചോദിക്കുന്നേ? നീയല്ലേ കുടിക്കുന്നത്? ശരീരത്തിലെ അവയവങ്ങളെ നശിപ്പിച്ച് കുടുംബത്തെ കഷ്ടപ്പെടുത്തി. അയ്യോ എടാ നിങ്ങളെന്തെങ്കിലും കേട്ടിനാ? എടാ നീ പൂസായടാ, എനിക്ക് തലേ കയറിയിട്ട്. വാ വിട് ഇവിടുന്ന് ധരിക്കാം. വേഗം ഇടുന്ന് സ്ഥലം കാലിക്കും.
നീ എങ്ങോട്ടാ? ഒന്ന് ടൗണ് വരെ. എന്താ മക്കളെ, സ്കൂൾ സ്പോർട്സാ? തെരുവ് നായിനെ കൊണ്ട് സ്കൂളിൽ പോവാൻ കഴിയുന്നില്ല. ഏ തെരുവ് നായിനെ കൊണ്ട് സ്കൂളിൽ പോവാൻ കഴിയുന്നില്ല ഏട്ടാ. പേടിച്ചിട്ട് എടുത്തയാന്ന്. തെരുവ് നായ്ക്കളെ കൊണ്ടും ലഹരി മാഫിയനെ കൊണ്ടും സ്കൂളിൽ പോകാൻ പേടിയാ. നിങ്ങൾക്ക് കുറേ പ്രാവശ്യമായി താക്കീതായിരുന്നു ഇമ്മാതിരി സാധനം ഇടുന്ന് വിൽക്കരുതെന്ന്. ഇയാൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലേ? ഇത് നിങ്ങൾക്ക് അവസാനത്തെ താക്കീതാണ്. ഇനി ഇമ്മാതിരി സാധനം ഇടുന്ന് വിറ്റാ പീടെ നമ്മൾ കത്തിക്കും. അതിൽ യാതൊരു അപ്പീലും ഇല്ല. പറഞ്ഞേക്കാ. പിള്ളേരെ അടക്കാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം കൊണ്ടാക്കൂ? ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കുട്ടികൾക്ക് പറ്റാത്ത സാധനങ്ങൾ നീ എന്തിനാ വിൽക്കുന്നത്? ഓ, ഇതിനേക്കാളും വലിയ സാധനം ആരും വിൽക്കുന്നില്ലേ? വിഷം കലർന്ന മീൻ വിൽക്കുന്നില്ലേ? എത്രയാൾ അത് വാങ്ങി കഴിക്കുന്നില്ലേ? ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് എത്രയാൾ മരിക്കുന്നു? അതിന് ഈ അധികാരികൾ പരിശോധനകൾ നടത്തുന്നില്ലേ? പണ്ടൊക്കെ ഭക്ഷണം കിട്ടാതെയാണ് ആൾ മരിക്കുന്നത്. ഇപ്പം മസാല പൗഡറിൽ മായം ചേർക്കുന്നില്ലേ? അതിൽ സിനിമാ നടന്മാർ പരസ്യം പറയുന്നില്ലേ? ഈ പിള്ളേരെ വടക്കാക്കുന്ന സാധനങ്ങൾ വിറ്റ് അതിനെ ന്യായീകരിക്കുക. ഇതിൻ്റെ അപ്പുറത്തുള്ള ഉപ്പയും മോനും വലിയ സാധനം വിറ്റല്ലേ പണക്കാരായത്. ഇപ്പോൾ പെൺകുട്ടികളെ കല്യാണം മുടക്കി നടക്കുന്നില്ലേ? ഇപ്പോൾ നാട്ടിലെ പ്രമാണിമാരായില്ലേ? ഇന്നേരം നിങ്ങളെവിടെ പോയിരുന്നു? ഈ മക്കളെ അവരുടെ അച്ഛനമ്മമാർ എത്ര പ്രതീക്ഷയോടെയാണ് വളർത്തുന്നത്. പിള്ളേർ ഭാവി തലമുറകളുടെ വാഗ്ദാനങ്ങളല്ലേ. അവരെ നശിപ്പിക്കരുത്. എൻ്റെ ഒരേയൊരു മകൻ ഈയിടെ ട്രെയിൻ തട്ടി മരിച്ചത് അറിയില്ലേ? ഇല്ല. അവനെ ഇത്രയാക്കിയെടുക്കാൻ ഞാനും അവളും എത്ര കഷ്ടപ്പെട്ടെന്നറിയോ?
വാട്ടാ ഇടിയിരിക്കി. എൻ്റെ പേര് മനോജ്. എൻ്റെ മോളുണ്ട്, 3 ആഴ്ചയായി ICUലാണ്. ഈടെത്തിയാൽ പേടിക്കണ്ട, 3 ഡോക്ടർമാരുണ്ട്, 3 നല്ലവരാ. ഈ ഡോക്ടർ ഇത് റോയ് ചാക്കോ. പിന്നെ അൻവറും കവിതയും, 3 നല്ല ഡോക്ടർമാരാ. ഞാൻ സൂപ്പർ ഫെസിലിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അവിടുത്തെ കുട്ടികളുടെ ഡോക്ടർ ശ്രീലാൽ വെറും പണക്കൊതിയനും കണ്ടമാനം മരുന്നെഴുതി കമ്പനിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കലുമാണ്. മുസ്തഫ, ഈ മരുന്നൊന്ന് വാങ്ങിക്കണേ, വേഗം വേണേ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാവും. ശരി, ആ ഞാൻ വിളിക്കാം. ആ ആ ആ അതെ, ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം ഇടുക. ഓക്കെ. പെങ്ങളാണ് വിളിച്ചത്. ഞാൻ നാളെ ഡിസ്ചാർജ് ആണ്. പൈസയും കൊണ്ട് പെങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പെങ്ങളെ കല്യാണത്തിന് പൈസ കുറച്ച് ആവശ്യം വന്നപ്പോൾ ഓളോട് കുറച്ച് പൊന്നിന് ചോദിച്ചിരുന്നു പണയം വെക്കാൻ. ഓളത് തന്നിട്ടില്ല. എൻ്റെ മോൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ എൻ്റെ പെങ്ങളാണ് ആശുപത്രി ചെലവ് മൊത്തം എടുത്തത്. എന്താ ചെയ്യാം? അതൊക്കെ അങ്ങനെ തന്നെ. പിന്നെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. നമ്മളെ മുസ്തഫ എവിടെയാ പോയത്? മുസ്തഫ മരുന്ന് മേടിക്കാൻ പോയതാ. ഓ അത് ശരി. അപ്പോൾ ഇവരിന്ന് ICUയിൽ വന്നതാ. ഓ ഓ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ രാവിലെ വരാം. മുസ്തഫ വന്നാൽ ഒന്ന് പറഞ്ഞേ. പോകുന്നതിടക്ക് രാവിലെ ഇങ്ങോട്ട് വരാം. എന്നാ ശരി. ഇന്നത്തെ മരുന്നിന് എത്രയായിനി? 2000. നാളത്തേക്ക് ഇപ്പം എത്രയാവാമോ? പ്രസവിച്ചപ്പാടുമുള്ള കുട്ടിക്ക് ഇത്രയും മരുന്നോ? ഞാൻ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നും ഒരു നേരം കാർട്ടൂണിലാണ് മരുന്ന് വാങ്ങിച്ചത്. എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അളിയൻ്റെ വീട്ടിൽ കെട്ടുകൊണ്ടുപോയതാണ് എനിക്ക് ഓർമ്മ വന്നത്. എല്ലാ ആശുപത്രിയിലും ഇങ്ങനെ തന്നെ. ആവശ്യമില്ലാതെ ICUയിലിടലും വെന്റിലേറ്ററിൽ കയറ്റലും ആവശ്യമില്ലാതെ മരുന്നെഴുതലും ഇതൊക്കെ ഒരു രോഗിക്ക് തന്നെ കൊടുക്കുന്നുണ്ടോയെന്ന് ആർക്കറിയാം. എല്ലാം ഒരു ബിസിനസ് തന്നെ. പല വലിയ ഹോസ്പിറ്റലിൽ നിന്നും 10-15 ലക്ഷം പറഞ്ഞ ഓപ്പറേഷൻ വെറും 2000-3000 രൂപക്ക് ചെയ്തു കൊടുത്ത ഹോസ്പിറ്റലില്ലേ? എന്താ ചെയ്യുക? ചില ഡോക്ടർമാരും വെറും ബിസിനസ് മാഫിയകൾ തന്നെ. കുറേ കാലം കാത്തുനിന്ന് കിട്ടിയ ഒരു മകനാ. ഭാര്യയ്ക്ക് ഇപ്പോഴും ബോധം വന്നില്ല. ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ 1.5 മാസമായി ഇവിടെ തന്നെ. നമ്മളെ മക്കൾക്ക് വേണ്ടിയല്ലേ, അതിൻ്റെ സുഖമില്ലേ? ഇതൊന്നും വലുതാവുമ്പോൾ മക്കൾക്കറിയില്ലല്ലോ. നമ്മളെയും അച്ഛനമ്മമാർ ഇതുപോലെ തന്നെ ആയിരിക്കൂലേ വളർത്തി വലുതാക്കിയത്? ഇങ്ങനെയെല്ലാം വളർത്തി വലുതാക്കിയിട്ടല്ലേ ലാസ്റ്റ് വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് കുറച്ച് കിടക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കുമല്ലോ.
ജോസഫ്, പ്ലീസ് കം. ഇരിക്കൂ. കുട്ടിയുടെ കാര്യം കുറച്ച് പ്രയാസമാണ്. രക്ഷപ്പെടും. ഒന്നുകിൽ നിത്യ അപസ്മാര രോഗിയായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരതയില്ലാത്ത കുട്ടിയായിരിക്കും. വിഷമിക്കണ്ട, നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. നന്നായി പ്രാർത്ഥിക്ക്.